ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായി ഒരു ചപ്പാത്തി പറാത്ത ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. മൂംഗ് ദാൽ വെച്ചിട്ട് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഒരു പറാത്തയാണ്. അപ്പോൾ അതിന് നമുക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് നമുക്ക് 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം, നല്ലപോലെ കഴുകിയിട്ട്. അതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളക് 2 എണ്ണവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നൈസായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. കുറച്ച് തരിതരിപ്പായി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ട് വെള്ളം കുറച്ച് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഞാൻ വെള്ള എള്ളും കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ അതിലേക്ക് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പോ 1.5 കപ്പോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ച് ഒരു ചപ്പാത്തിക്കുള്ള മാവ് പോലെ ആക്കി എടുക്കണം. മാവിൽ ചെറുപയർ പരിപ്പ് അരച്ചപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും വെള്ളം ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് നമുക്ക് കുഴച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് നമുക്ക് വളരെ വ്യത്യസ്ത രുചിയിലൊരു ചപ്പാത്തി, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൽ പരിപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രോട്ടീനുമായി കുട്ടികൾക്കൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു പറാത്ത നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ നല്ലപോലെ നൈസായി പരത്തിയെടുത്തിട്ട് നമുക്ക് ചൂടായ ദോശക്കല്ലിലിട്ടിട്ട് 2 ഭാഗവും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ഭാഗവും നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് ലഞ്ച് ബോക്സിനോ അല്ലെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വ്യത്യസ്ത രുചിയിലുള്ള ഒരു ചപ്പാത്തി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കറിയും വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് തൈര് വെച്ചിട്ടോ അല്ലെങ്കിൽ പിക്കിൾ വെച്ചും കഴിക്കാവുന്നതാണ്. നല്ല സ്വാദുള്ള ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇത് 2 ഭാഗവും നല്ലപോലെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടായിട്ട് തന്നെ നല്ല രുചിയുള്ള ഒരു ചപ്പാത്തി റെഡി. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.